നമസ്കാരം, ഞാൻ സന്തോഷ് ആലപ്പാട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിന് 50 പൈസ കൊടുത്താൽ 1 രൂപ കൊടുത്താൽ ഒരു കൊട്ട നിറയെ ചാള കിട്ടും. പക്ഷെ അതിന് ശേഷമാണ് ഈ കേരളത്തിൽ പ്രവാസികളുടെ ഒഴുക്ക്. അവർ ലീവിന് വരുമ്പോൾ വില നോക്കാറില്ല, എത്ര കാശ് കൊടുത്തിട്ടായാലും സാധനം വാങ്ങിക്കുന്നൊരു സിറ്റുവേഷൻ വരുത്തി. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രവാസികളാണ് ഇവിടെയുള്ള സാധനങ്ങൾക്ക് വില കൂട്ടിയത്. അത് സത്യം, ഞാൻ മറിച്ച് പറയുന്നില്ല. പക്ഷേ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുരോഗമിപ്പിക്കുന്നു. അത് സത്യമല്ലേ? ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് പ്രവാസികളുടെ പൈസ വേണം. ഒരു മേജർ ഇൻകമായിരുന്നു കേരളത്തിന് പ്രവാസികളുടെ ഈ അക്കൗണ്ട്, അതായത് പൈസ. പക്ഷേ അതിന് ശേഷം ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രവാസികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് പ്രവാസികൾ കുറവാണ്, ഇൻകം കുറഞ്ഞു. മറിച്ച് ഇന്നത്തെ തലമുറ ചേക്കേറുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്. അവിടെ നിന്ന് 10ൻ്റെ പൈസ നമ്മുടെ കേരളത്തിലേക്ക് വരില്ല. എന്നിട്ടും നമ്മുടെ മാറി മാറി വരുന്ന ഓരോ ഗവൺമെൻറ്റും ഈ പ്രവാസികളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. NRK, അതായത് ഒരു 2 കിലോ അരി പോലും കിട്ടാത്ത അവസ്ഥയിലുള്ള നമ്മുടെ പ്രവാസികൾ. അപ്പോൾ അതൊരു സിദ്ധാന്തം മാതിരിയാണ്. പ്രവാസികളുടെ പൈസ കേരളത്തിന് വേണം, പക്ഷെ പ്രവാസിക്കൊന്നും കൊടുക്കില്ല. ഇത് വളരെ ശോചനീയമായൊരു അവസ്ഥയാണ്. ഇതിനെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറ്റമ്മ നയം, അല്ലേ? ചിറ്റമ്മ നയം എന്ന് മലയാളത്തിൽ പറയും. ഇത് ശരിയല്ല എന്നാണ് ഞാനടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഞാൻ പറയുന്നത്. നീലക്കാടാണെങ്കിൽ ഒരു 2 കിലോ അരിയെങ്കിലും ആ പ്രവാസിക്ക് കൊടുത്താൽ എന്താണ്? പ്രിയ പ്രവാസികളെ, ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളാകുന്ന പ്രവാസികൾക്ക് വേണ്ടി. ഞാൻ സന്തോഷ് ആലപ്പാട്.